3, 2, 1. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. കുറേ നാളായി നിങ്ങൾ എന്നെ കണ്ടിട്ട്. എപ്പോഴോ മുങ്ങിയ ഞാൻ ഇപ്പോഴാ പൊങ്ങുന്നത്. സോറി ഗൈസ്. കുറച്ച് നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഹെൽത്തി കുട്ടനല്ല. ഞാൻ ഭയങ്കര അസുഖ കുടുക്കയാണ്. അതുകൊണ്ടാണ് വല്ലപ്പോഴും വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് പോകുന്നത്. പക്ഷെ റീലൊക്കെ എടുക്കാതെ കുറച്ച് സമയം മതിയല്ലോ. മറ്റേത് എന്താണ് കറക്റ്റായിട്ട് ഞാൻ പറയണം, ഇല്ലെങ്കിൽ എല്ലാം കഴിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മടിക്കുന്നത്. അപ്പൊ ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണു. എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ എൻ്റെ റിയൽ സ്റ്റോറി, റിയൽ ലൈഫ് എല്ലാം അതിലായിരിക്കും. പിന്നെ കുറച്ച് സ്കിൻ റിലേറ്റഡും ഹെയർ റിലേറ്റഡും ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലായിരിക്കും. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചാനലിലായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി പോസ്റ്റിൽ നോക്കുക, അതിൻ്റെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ റിയൽ ദിവ ഹിയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പുതിയ ചാനലാണ്, 0 സബ്സ്ക്രൈബേഴ്സ് എന്നാണ് തുടങ്ങുന്നത്. സോ ദാറ്റ് ഞാൻ അതിൽ സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം. അതിനു മുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഓളുന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു. 2024 കുറെ ഡിസിഷൻസ് ഉണ്ടായിരുന്നു, അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. പ്രൗഡ് മൂമെന്റ്. പക്ഷെ വേറെ ചിലതൊക്കെ നടന്നു. എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തു, അത്യാവശ്യം ഞാൻ ഹാപ്പി ആയി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഹെയർ പോയ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, വളരും, ഓക്കെ അല്ലേ എന്നൊക്കെ ഹെയറിനോട് എന്നെ സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ലെങ്ത് വെച്ചിട്ടുണ്ട് നേരത്തേനെക്കാട്ടിലും. ആൻഡ് ഞാൻ എൻ്റെ ഇയർ ലോബ് ചെയ്തു. കാരണം എൻ്റെ ഹോള് കുറച്ച് വലുതാണ്, 2 ചെവിയുടെയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കമ്മലിടുന്ന ആ ഹോള് വലുതായതുകൊണ്ട് അതൊന്ന് അടച്ചു. ഇതൊക്കെ എൻ്റെ മാറ്റത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻസെക്യൂർ അല്ല. പക്ഷെ കാണുന്നവർക്കൊക്കെ എന്തോ വലിയ ഞാൻ മാനസികമായി തളർന്നിരിക്കുമ്പോഴാണ് അവരെന്നെ നോക്കുന്നതൊക്കെ. അയ്യോ, ആ കൊച്ചിന് എന്ത് പറ്റുമോ ആവോ എന്നിങ്ങനെ. ഓക്കെ, അങ്ങനെയൊന്നും കാണണ്ട. ഞാൻ എൻ്റെ ഒരു വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് ഞാൻ ചെയ്തു വരുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാണ് നിങ്ങൾക്ക് എന്ന് എനിക്കേ പറയാനുള്ളൂ. സ്നേഹം കൊണ്ടായിരിക്കും. സ്നേഹം കൊണ്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ലേ സജ്ജി. ഓക്കെ, അപ്പം ഞാൻ ഈ അലോബ് ചെയ്തു. പിന്നെ എൻ്റെ സ്റ്റൈലിൽ കുറച്ച് മാറ്റം കൊണ്ടുവന്നു. എനിക്ക് ഈ വർഷം 2 സ്റ്റൈലിൽ നടക്കാൻ പറ്റി. ഒന്ന് ബോൾഡ് ആൻഡ് മെച്യൂർ ആയിട്ട്, അതായത് വലിയ ഹെയറും വെച്ച് ഭയങ്കര മെച്യൂർ ലുക്കിൽ നടക്കാൻ പറ്റി. പിന്നെ ഇപ്പം ഹെയർ ലെങ്ത് ഒക്കെ കുറച്ച് കുണ്ടാൻ വേണ്ടിയിട്ട്, സോറി, ഒരു പൂക്കി വൈബിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം 2 സ്റ്റൈലും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ആർക്കും വേണ്ടി. അങ്ങ് നടക്കാൻ നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇമോഷണലി ഡൗൺ ആയി, കുറച്ച് ഭയങ്കര ഇതൊക്കെ ആയി. അപ്പൊ അതിന്നൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്, കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് വെയിറ്റ് കുറഞ്ഞതാണ് ഏറ്റവും വലിയ സങ്കടമായത്. 42-ന്ന് 38-ലോട്ട് വന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഡൗൺ. ഞാൻ അത് എന്താ പറയാ, മെന്റലി ഡൗൺ ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയത്. ഞാൻ ഫുഡ് നേരെ കഴിക്കൂല, അങ്ങനെയൊക്കെ. എനിക്കെന്തോ മൊത്തത്തിൽ ഞാനൊന്ന് മടി പിടിച്ചു പോയി. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനി നന്നാവണം, നന്നായേ പറ്റൂ. അപ്പൊ ഈ വർഷം എനിക്ക് നടന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഹെയർ കട്ട് ചെയ്തു, ഇയർ ലോബ് ചെയ്തു,
പിന്നെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താ പറയേണ്ടത്, ഇനി കുറച്ച് ലക്ഷ്യങ്ങൾ വേണം. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കുക. വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഒരു പ്രേരണയാവും. ചിലരൊക്കെ ഇപ്പോൾ വീട്ടിനുള്ളിൽ ഭയങ്കര മൂഡ് ഓഫ് അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കുക. നല്ല ഭംഗിയിൽ ഡെക്കർ ചെയ്ത്, ഇനി ഡെക്കർ ചെയ്യാൻ പറ്റിയില്ല, പിക്ചേഴ്സ് ഒന്നും ഒട്ടിക്കാൻ സമയമില്ല എന്നാണെങ്കിൽ, ഒരു നോട്ട്ബുക്ക് എടുത്ത് 2026 ഇതൊക്കെ എനിക്ക് കിട്ടി എന്ന് എഴുതിയിട്ട് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. ലക്ഷ്യമൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര മെൻ്റലി ഞാൻ ഡൗൺ ആയത്. ഇപ്പം ഞാൻ ഓക്കെയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം, 2025 അവസാനിക്കുമ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, അതിനാണ് ഞാൻ വന്നത്. വേറൊന്നുമില്ല ഗൈസ്, ഭയങ്കര മൂഡ് ഓഫ് ആയി. കുറേ വട്ടം വീഡിയോ എടുത്ത് ഇപ്പം പറഞ്ഞു വന്നപ്പോഴത്തേക്കും പോയിന്റൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക. ഈ വർഷം നല്ല വർഷമായിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. പെട്ടെന്ന് തീർന്നല്ലേ ഗൈസ്? ഹാപ്പി ആയില്ലേ? ഓക്കെ, ഇപ്പൊ പുതിയ ചാനൽ പോയി കാണുമെങ്കിലും ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ ശരി എന്നാ, ബാക്കി വീഡിയോസൊക്കെ വഴിയേ വരും. എല്ലാവരും ന്യൂ ഇയർ എൻജോയ് ചെയ്യാം. ഞാനിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യും. അപ്പൊ ശരി.